ഹായ് മക്കളെ, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണുമെന്ന് മാത്രമല്ല, കേരളത്തിലെ മുഴുവൻ +2 വിദ്യാർത്ഥികളിലേക്കും ഇതെത്തിക്കുക. എന്നാൽ മാത്രമേ ഇതൊരു വിഷയമായി, ഇതൊരു വിവാദമായാൽ മാത്രമേ അടുത്ത വർഷം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നുള്ളൂ. ഇനി എന്ത് ചെയ്യാം, നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കാര്യം മറ്റൊന്നുമല്ല, കീമിൻ്റെ അഡ്മിഷനുമായിട്ട് റിലേറ്റഡ് ആണ്. കീം എന്താണെന്ന് അറിയാത്ത കുറച്ച് കുട്ടികളുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. കേരളത്തിലേക്കുള്ള എൻജിനീയറിംഗ് കോളേജുകൾ ഏകദേശം 50,000-50,000-ഓളം സീറ്റ് ഉണ്ട്. അതിൽ പകുതിയിലധികവും എന്താണ്, ഗവൺമെൻറ് എൻജിനീയറിംഗ് കോളേജിലേക്കാണ്. നിങ്ങൾക്ക് വളരെ തുച്ഛമായ ഫീസിൽ നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ പറ്റും. ആൻഡ് ഓരോ വർഷവും നീറ്റിനും JEEക്ക് റിപ്പീറ്റ് ചെയ്യുന്ന കുട്ടികൾ മാത്രമല്ല, +2 കഴിഞ്ഞ ഒരുപാട് കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുന്ന, അല്ലെങ്കിൽ അവരെന്താണ് കോഴ്സ് തുടർ പഠനത്തിന് ഉപയോഗിക്കുന്ന ഒരു എൻട്രൻസ് ആണ് കീം, അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ അഡ്മിഷൻ. അപ്പം ആ കീമിനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു എൻട്രൻസ് എക്സാം ഉണ്ട്. അതേപോലെ തന്നെ എന്തുണ്ട്, നിങ്ങളുടെ +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതിൻ്റെ 3ൻ്റെയും മാർക്കും കൂടെ കൂട്ടിയിട്ട് ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരും. ആ റാങ്ക് ലിസ്റ്റിനനുസരിച്ചാണ് നിങ്ങൾക്ക് ഏത് കോളേജിൽ അഡ്മിഷൻ കിട്ടുമെന്ന് തീരുമാനിക്കുക. കാര്യം മനസ്സിലായല്ലോ. അതായത് നീറ്റ് പോലെയോ JEE പോലെയോ വെറും എൻട്രൻസിൻ്റെ മാർക്ക് മാത്രമല്ല, എൻട്രൻസിൻ്റെ നിങ്ങളുടെ മാർക്കും കൂട്ടും. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ +1 അല്ല കേട്ടോ, നിങ്ങളത് ഇപ്പോൾ +2 നന്നായി പഠിക്കാനും കൂടിയാണ് പറയുന്നത്. +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൻ്റെ മാർക്കും കൂടെ കൂട്ടിയിട്ട് രണ്ടും എന്തൊക്കെ ഒരു കാൽക്കുലേഷൻ, ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് വരും. ഓക്കെ, ഇനി എൻ്റെ ചോദ്യം എന്താ വെച്ചാൽ, ഒരു കുട്ടി നിങ്ങളെപ്പോലെ തന്നെ കേരള സിലബസ് പഠിച്ചതാണ്. അവന് +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിൽ 3ലും എന്താണ് ഫുൾ മാർക്ക് ഉണ്ട്. എൻട്രൻസിലോ അതിലും ഫുൾ മാർക്ക്. അപ്പോൾ അവന് കിട്ടേണ്ട റാങ്ക് എത്രയാടാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അവന് കിട്ടേണ്ട റാങ്ക് എത്രയാ? ഒരു സംശയമില്ലല്ലേ, 1ാം റാങ്ക് കിട്ടേണ്ട മോനല്ലേ അത്. അവൻ എത്രയാണെന്ന് റാങ്ക് കിട്ടിയ 25ാമത്തെ റാങ്ക്. ബാക്കി 24 ആരാന്നോ? CBSE കുട്ടികൾ. അതായത് കേരള സിലബസ് പഠിച്ച ഒരു സാധാരണ അച്ഛൻ്റെ അമ്മേൻ്റെ മോന് അവന് ചെയ്യാവുന്ന മാക്സിമം അവൻ ചെയ്തിട്ടുണ്ട്. +2 അവൻ ഫുൾ മാർക്ക് വാങ്ങിയിട്ടുണ്ട്. കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന് അവൻ ഫുൾ മാർക്ക് വാങ്ങിയിട്ടുണ്ട്. പക്ഷെ അവന് കിട്ടിയ റാങ്ക് എന്ന് പറയുന്നത് 25 അപ്പം 1-2 മാർക്കൊക്കെ കുറഞ്ഞ കുട്ടികളുടെ റാങ്കോ പറയാനേ പറ്റില്ല. അതായത് ആദ്യത്തെ 100, നിങ്ങൾ പലപ്പോഴും ഓരോ എക്സാം റിസൾട്ട് വരുമ്പോഴും ആദ്യത്തെ 100ൽ CBSE കൂടുതൽ എന്നൊക്കെ പറയില്ലേ. നീറ്റിൻ്റെ കേസിലും JEEയുടെ കേസിലും അത് ന്യായമായി കിട്ടിയതാണെങ്കിൽ, കീമിൻ്റെ കേസിൽ അത് അന്യായമായിട്ട് കിട്ടിയതാണ്. ഇത് മനോരമയിലുള്ള ഒരു ആർട്ടിക്കിളാണ്. നിങ്ങൾക്ക് ഒരുപക്ഷെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, മുഴുവൻ ഞാൻ വായിക്കാം, കാരണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അഡ്മിഷൻ കഴിഞ്ഞു, കീമിൻ്റെ അഡ്മിഷൻ കഴിഞ്ഞു, ക്ലാസ്സുകൾ തുടങ്ങി. ഒരുപാട് കുട്ടികൾ വിചാരിച്ച കോളേജിൽ അഡ്മിഷൻ കിട്ടാതെ കുറച്ചും കൂടെ റാങ്കിങ് കുറഞ്ഞ കോളേജിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അഡ്മിഷൻ വാങ്ങിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ സ്വാഭാവികമായിട്ടും വിചാരിക്കും, സാർ ഇതെന്താ മുന്നേയൊക്കെ ഞങ്ങൾ കുറച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രോസ്പെക്ടസിൽ എങ്ങനെയാണ് എന്നത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ പിന്നെ ഒരു മാറ്റവും സംഭവിക്കില്ല. അതായത് ഇൻ കേസ് നമ്മൾ ബഹളം ഉണ്ടാക്കി അത് മാറ്റി കീം അതോറിറ്റി മാറ്റിയാൽ പോലും എന്താ, റാങ്ക് കിട്ടിയ കുട്ടികൾ കോടതിയിൽ പോകും. സാറേ പ്രോസ്പെക്ടസ് പറഞ്ഞ പോലെയല്ലേ ഇവർ അഡ്മിഷൻ എടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസ്പെക്ടസേ എന്ത് ചെയ്യുള്ളൂ, അവിടെ നിലനിൽക്കുള്ളൂ. അപ്പം ഈ വീഡിയോ ഞാൻ ഉണ്ടാക്കുന്നത് അടുത്ത വർഷത്തെ കീമിൻ്റെ പ്രോസ്പെക്ടസ് കഴിഞ്ഞ വർഷത്തെ തന്നെ വീണ്ടും ഒന്നും കൂടെ 2024 എന്നുള്ളത് 25 മാറ്റി പ്രിന്റ് ചെയ്യുന്നത് എന്ത് ചെയ്യണം, നമുക്ക് തടഞ്ഞേ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം, ഈ ഒരു പാർട്ട് ഇപ്പോഴത്തെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. ഇത് കഴിഞ്ഞു പോയ കുട്ടികളോട് നമ്മൾ ക്ഷമ ചോദിക്കുകയാണ്. ഞങ്ങൾക്ക് ഇത് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പ്രോസ്പെക്ടസ് ഇറങ്ങുമ്പോൾ. പക്ഷേ ഈ വരുന്ന കുട്ടികളോട് ഒരു കാര്യം ഞങ്ങൾ ഉറപ്പ് തരാണ്, ഒരു കാരണവശാലും ഈ അന്യായം നടക്കില്ല. ഞാൻ ഒന്നും കൂടെ ഇത് വേഗം വായിച്ചേക്കാം. അതായത് എഞ്ചിനീയറിംഗ് പ്രവേശനം റാങ്ക് +2 കീം ഫുൾ മാർക്ക് നേടിയ കുട്ടിക്ക് റാങ്ക് 25 25ാമത്തെ റാങ്കാണ് ആ കുട്ടിക്ക് കിട്ടിയെന്ന് പറയുന്നത്. മനോരമയിലാണ് വന്നത്, മറ്റു പത്രങ്ങളിലും വന്നിട്ടുണ്ടാവും. +2വിനും പ്രവേശന പരീക്ഷയ്ക്കും, അതായത് കീമിന് മുഴുവൻ മാർക്കും വാങ്ങിയ കേരള സിലബസ് വിദ്യാർത്ഥിക്ക് ഈ വർഷത്തെ എഞ്ചിനീയറിംഗ് പ്രവേശന പട്ടികയിൽ ലഭിച്ചത് 25ാം റാങ്ക്. +2വിന് 1 മാർക്ക് മാത്രം കുറവുള്ള വിദ്യാർത്ഥിക്ക് പ്രവേശന പരീക്ഷയിൽ അതായത് കീമിന് മുഴുവൻ മാർക്കും ലഭിച്ചിട്ടും റാങ്ക് 84. അതായത് എൻട്രൻസ് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതിനായി വിവിധ സിലബസുകളിലെ 12ാം ക്ലാസ് മാർക്ക് ഏകീകരിക്കുമ്പോൾ കേരള സിലബസ് കുട്ടികൾ പിന്തള്ളപ്പെടുന്നുവെന്ന പരാതി ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് റാങ്ക് പട്ടികയിലെ വിവരങ്ങൾ. ഹയർ സെക്കൻഡറി അധ്യാപക സംഘടനയായ AHSTA ജനറൽ സെക്രട്ടറി S മനോജിന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിലാണ് റാങ്ക് പട്ടികയുടെ സിലബസ് തിരിച്ചുള്ള വിവരങ്ങൾ ഉള്ളത്. ഇവിടെ കുറച്ച് കുട്ടികൾ ഇപ്പം എന്ത് ചെയ്യും,
ചിലപ്പോൾ വീഡിയോ അവസാനിപ്പിക്കും. കാരണം ഞങ്ങൾ കീമൊന്നും എഴുതുന്നില്ല. പക്ഷെ മക്കളെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ ഭൂരിഭാഗം ആൾക്കാരും സയൻസ് പഠിച്ച ഭൂരിഭാഗം ആൾക്കാരും പോകുന്ന കീം, അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകൾ, പ്രധാനമായിട്ടുള്ള നഴ്സിംഗ്, അതേപോലെ തന്നെ B.Pharm തുടങ്ങിയ കോഴ്സുകൾക്കും ഇത് നിങ്ങളെ ബാധിച്ചേക്കാം. അതും കൂടെ വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു. എന്തായാലും ഈ S. മനോജ് സാറിന് എന്താ പറയാ, ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയാണ് ഈ ഒരു അനീതി തുറന്നു കാണിച്ച ചങ്കൂറ്റത്തിന്. യെസ്, യോഗ്യതാ പരീക്ഷയായ 12ാം ക്ലാസ്സിലെ ഫിസിക്സ്, കെമിസ്ട്രി, കണക്ക് പരീക്ഷയിൽ ലഭിക്കുന്ന മാർക്കും പ്രവേശന പരീക്ഷയിൽ ലഭിക്കുന്ന മാർക്കും തുല്യമായി പരിഗണിച്ചാണ് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നത്. വിവിധ സിലബസുകളിലെ 12ാം ക്ലാസ് മാർക്കുകൾ ഏകീകരിച്ച് പരിഗണിക്കുന്നത് സംബന്ധിച്ചാണ് പരാതി വന്നിട്ടുള്ളത്. ഓരോ വിഷയത്തിലും ആകെ കുട്ടികൾ നേടിയ മാർക്കിന്റെ ശരാശരി അനുസരിച്ചാണ് ഏകീകരണ മാനദണ്ഡം നിശ്ചയിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് ഏകീകരണം നടപ്പാക്കുമ്പോൾ കേരള സിലബസിലെ കുട്ടികളുടെ +2 മാർക്ക് ഗണ്യമായി കുറയുകയും CBSE, ICSE കുട്ടികളുടെ 12ാം ക്ലാസ് മാർക്ക് ഉയരുകയും ചെയ്യുന്നു. ഈ വർഷം കേരള +2കാരുടെ മാർക്കിൽ ഇത്തരത്തിൽ ശരാശരി 27 മാർക്ക് കുറഞ്ഞപ്പോൾ 27 മാർക്ക്, അതായത് ഫുൾ മാർക്കും കിട്ടിയ കുട്ടിക്ക് 27 മാർക്ക് കുറഞ്ഞിട്ടാണ് ഇവരുടെ ഈ കാൽക്കുലേഷൻ പ്രകാരം കേരള സിലബസിൽ സംഭവിച്ചെങ്കിൽ CBSEക്ക് 8 മാർക്ക് കൂടുകയാണെന്നാണ് വിവരാവകാശ രേഖ പ്രകാരം വ്യക്തമാക്കുന്നത്. പിന്നെ എന്തോ ഒരു സാധനം ഉണ്ട് കേട്ടോ, ഉയർന്ന മാർക്ക് നേടി അതുകൊണ്ട് തന്നെ എന്തോ ഒരു സാധനം പോയോ, ഇല്ല ഞാൻ നോക്കട്ടെ. യെസ്, ഇതോടെ പ്രവേശന പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ കേരള സിലബസുകാരുടെ റാങ്ക് അതിനേക്കാൾ കുറഞ്ഞ മാർക്ക് വാങ്ങിയ കേന്ദ്ര സിലബസുകാരെക്കാൾ വളരെ താഴെയാകുന്നുവെന്നാണ് രേഖകൾ വ്യക്തമാക്കുന്നത്. ഈ വർഷം പ്രവേശന പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടിയ 6 വിദ്യാർത്ഥികൾ, നിങ്ങൾ നോക്കണേ, മുഴുവൻ മാർക്ക് നേടിയ 6 വിദ്യാർത്ഥികളിൽ 4 പേര് CBSEക്കാരും 2 പേര് കേരള സിലബസുകാരുമാണ്. അതത്ര മോശമൊന്നുമല്ല കേട്ടോ. സാധാരണക്കാരായി പഠിച്ചിട്ട് എന്തുണ്ട്, 6ൽ 2 ആൾക്കാർ കേരള സിലബസിൽ മാർക്ക് വാങ്ങിയപ്പോഴും CBSEക്കാർക്ക് 4 പേർക്കും എഞ്ചിനീയറിംഗ് പ്രവേശനത്തിനുള്ള റാങ്ക് പട്ടികയിൽ ആദ്യ 4 റാങ്ക് തന്നെ ലഭിച്ചപ്പോഴാണ് കേരള സിലബസുകാർക്ക് 2584 റാങ്കുകളിലേക്ക് പിന്തള്ളപ്പെട്ടത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മക്കളെ, 2ലും ഫുൾ മാർക്ക് കിട്ടിയ കുട്ടിക്ക് 25ഉം കീമിന് ഫുള്ളും എന്താ പറയുക ബോർഡ് എക്സാമിന് 1 മാർക്ക് നഷ്ടപ്പെട്ട കുട്ടിക്ക് 84ഉമാണെങ്കിൽ ആദ്യത്തെ 84 റാങ്കുകളിൽ 82 കൊണ്ടുപോയത് എന്താ CBSE കുട്ടികളാണ്. അവർക്ക് ഒരു പക്ഷേ കീമിന് ഫുൾ മാർക്ക് നേടാത്ത കുട്ടികൾ അതിലുണ്ട്, +2ന് ഫുൾ മാർക്ക് നേടാത്ത കുട്ടികളുണ്ട്. നോക്കണേ മക്കളെ, 84ൽ 2 കുട്ടികളാണ് എന്തുള്ളത് കേരള സിലബസിൽ. അതിന്റെ താഴെയും ഒരുപാട് കുട്ടികളൊന്നും ഉണ്ടാവില്ല. കാരണം അവരുടെ മാക്സിമം നേടിയ കുട്ടികളുടെ അവസ്ഥയായത്. അപ്പം കുറച്ച് അങ്ങോട്ടൊക്കെ ഒരു 10 മാർക്കൊക്കെ കുറഞ്ഞു, കീമിൽ എന്താ പറയാ ഒരു 15 മാർക്കൊക്കെ കുറഞ്ഞ കുട്ടികളൊക്കെ എന്താണ് ശരിക്കും CETയിലൊക്കെ പഠിക്കേണ്ട കുട്ടികൾ വേറെ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുന്നുണ്ടാവും. കഴിഞ്ഞ വർഷം സമീകരണത്തിന്റെ ഭാഗമായി കേരള എൻട്രൻസുകാർക്ക് ശരാശരി 12 മാർക്കായിരുന്നു നഷ്ടപ്പെട്ടത്. ഇത്തവണ അത് 27ആയി. വരുന്ന തവണ അടുത്ത വർഷം ചിലപ്പോൾ എന്തായിരിക്കും അത് 50 ആവാൻ ചാൻസ് ഉണ്ട്. സോ ദ തിങ് ഈസ് ക്ലിയർ. ഒരു കാരണവശാലും ഇത് അനുവദിച്ചുകൂടാ. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം +2 പ്രത്യേകിച്ച് സയൻസ് പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള ഒരുപാട് കരിയർ ഓപ്ഷനുകളിൽ 3 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നീറ്റ് ഉണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. JEE ഉണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. അത് കൂടാതെ കാരണം ഈ നീറ്റിനും JEEക്കും ഈ വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരുപാട് കുട്ടികൾ അതിൽ ജസ്റ്റ് മിസ്സായിട്ട് അവസാനം കീമിലേക്ക് എത്തപ്പെടുക. CETയിലോ അല്ലെങ്കിൽ എന്താ പറയാ തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലോ TKMലോ പഠിക്കേണ്ട മക്കൾ എന്തായിരിക്കും ചിലപ്പോൾ വയനാട് എഞ്ചിനീയറിംഗ് കോളേജിലോ കോഴിക്കോടോ പോയി പഠിക്കേണ്ടത്, ചിലപ്പോൾ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് തഴയപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നമുക്ക് ഇത് രണ്ടും ഒരു പ്രശ്നവുമില്ലാതെ നടക്കുമ്പോൾ JEEയുടെ കേസിൽ പോട്ടെ, അതവിടെ വിടുക. നമ്മളെ സംബന്ധിച്ചിടത്തോളം കീം വരുന്നുണ്ട്, എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സുകളിൽ നഴ്സിംഗ് വരുന്നുണ്ട്, ആൻഡ് 3ാമതായിട്ട് B.Pharm വരുന്നുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് B.Pharmനും സെയിം കീം എക്സാം തന്നെയാണ്. പക്ഷെ മാത്സ് എഴുതാതിരുന്നാൽ മതി. B.Pharmൽ പരിഗണിക്കുന്നത് റാങ്ക് മാത്രമാണ്, നമ്മളുടെ കീമിന്റെ റാങ്ക് മാത്രമാണ് ഇവിടെ പരിഗണിക്കുന്നത്. നഴ്സിംഗിന് ഈ വർഷം വരെ നഴ്സിംഗിന്റെ അഡ്മിഷൻ നോക്കിയത് നിങ്ങളുടെ +2 മാർക്ക് മാത്രം ബേസ് ചെയ്തിട്ടാണ്. അവിടെയും ഇതേ ചതി നടന്നിട്ടുണ്ടാവും, നമ്മൾ ആരും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. കാരണം എന്താ വെച്ചാൽ അവിടെയും ഈ മാർക്ക് ഏകീകരണം നടത്തിയിട്ടുണ്ടാവും. CBSE സിലബസും സ്റ്റേറ്റ് സിലബസും ICSEയും അവർ കമ്പയർ ചെയ്തിട്ടുണ്ടാവും. അവിടെയും ഒരുപാട് പാവപ്പെട്ട കേരള സിലബസ് കുട്ടികൾ തഴയപ്പെട്ടിട്ടുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്.
ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടാത്തത് കാരണം മാത്രം നഴ്സിംഗ് എന്ന സ്വപ്നവും അതുവഴി കുടുംബത്തെ രക്ഷപ്പെടുത്തണമെന്ന ആഗ്രഹവും ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് കുട്ടികളുണ്ടാവും. ഒരുപക്ഷെ അവർ പഠിക്കാത്തത് കൊണ്ടായിരിക്കില്ല, കേരള സിലബസിൽ പഠിക്കപ്പെട്ടു എന്നതുകൊണ്ട് മാത്രമായിരിക്കും ഇതുണ്ടാവുക, അവർക്ക് ഈ അവസരം നഷ്ടപ്പെട്ടുണ്ടാവുക. ഈ വരുന്ന വർഷം മിക്കവാറും +2 മാർക്ക് ബേസ് ചെയ്തിട്ടായിരിക്കില്ല അവിടെ നഴ്സിംഗിന് ഒരു എൻട്രൻസ് ഉണ്ടാവും. ആ എൻട്രൻസിനും +2 മാർക്ക് പരിഗണിക്കുന്നുണ്ടെങ്കിൽ കീമു പോലെ വീണ്ടും എന്ത് ചെയ്യും, നമ്മൾ തഴയപ്പെടാൻ ചാൻസ് ഉണ്ട്. ആൻഡ് കീമിൻ്റെ കേസിൽ ഏറ്റവും കൂടുതൽ സയൻസ് വിദ്യാർത്ഥികൾ ഏറ്റവും അവസാനമായിട്ട് എടുക്കാൻ പോകുന്നത് കേരളത്തിലെ പല എഞ്ചിനീയറിംഗ് കോളേജിലെയും കോഴ്സുകളായിരിക്കും. അവിടെ കൃത്യമായിട്ട് അനീതി നടന്നിട്ടുണ്ട്. സോ കഴിഞ്ഞത് കഴിഞ്ഞു, പ്രോസ്പെക്ടസ് ഉണ്ടാക്കുമ്പോഴേ നമ്മളൊക്കെ ഇത് ഉയർത്തേണ്ടതായിരുന്നു. പക്ഷേ അടുത്ത വർഷം മുഴുവൻ കേരളത്തിലെ +2 വിദ്യാർത്ഥികളെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയാണ്, പ്രോസ്പെക്ടസ് ഇറങ്ങിയിട്ട് ഈ അനീതിപരമായിട്ടുള്ള മാർക്ക് ഏകീകരണം നടക്കുന്നുണ്ടെങ്കിൽ ഒരു സംശയമില്ല, ആദ്യം കോടതിയിൽ പോകുന്നത് എഡ്യൂപോർട്ടായിരിക്കും നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഒരു കാരണവശാലും അടുത്ത വർഷം ഇത് അനുവദിക്കില്ല. ഒന്നുകിൽ എന്ത് ചെയ്തോ, നിങ്ങൾ കീമിൻ്റെ മാർക്ക് മാത്രം പരിഗണിച്ചോ, കീമിൻ്റെ റാങ്ക് നോക്കി പഠിച്ചോ, അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഈ അശാസ്ത്രീയമായിട്ടുള്ള മാർക്ക് ഏകീകരണം ഒഴിവാക്കുക തന്നെ ചെയ്യണം. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന് +2 ഫുൾ മാർക്കും കീമിന് ഫുൾ മാർക്കും വാങ്ങാനേ പറ്റുള്ളൂ. അവൻ 1ാം റാങ്ക് തന്നെ കൊടുക്കണം, ബാക്കി കുട്ടികൾക്കും അതിനനുസരിച്ചുള്ള റാങ്കുകൾ കിട്ടണം. സോ ഇത് വിവാദമായിട്ട് എന്ത് ചെയ്യണം, ഒരുപാട് ആൾക്കാരിലേക്ക് എത്തിയിട്ട് നമ്മളെ ചോദ്യപേപ്പർ ചോർച്ച എന്നൊക്കെ പോലെ എന്താണ് വിദ്യാർത്ഥികൾക്കെതിരെയുള്ള എല്ലാം വിവാദമാവുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കൊപ്പമുള്ള സാധനം എല്ലാവരിലേക്ക് എത്തിക്കണം. വിദ്യാഭ്യാസ മന്ത്രി അറിയണം, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് അറിയണം, കീമിൻ്റെ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് അതോറിറ്റികൾ അറിയണം. സോ മാക്സിമം എന്ത് ചെയ്യുക, ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അത്രമാത്രം. ഒരു സംശയമില്ല, അടുത്ത വർഷം ഈ അനീതി സംഭവിക്കില്ല, ഞങ്ങൾ ഉറപ്പ് തരുന്നു.